കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നേ ഗൗതം ആ രഹസ്യങ്ങളുടെ നിലവറ തുറക്കുവാണ്. കാടൻകൊല്ലിയെ വെച്ച് ഉണ്ടായ സംഭവങ്ങൾ എന്താണ്, അവിടെ വെച്ച് 3-4 ദിവസം ഗൗതം അവിടെ താമസിച്ചതിന് ശേഷം മാത്രമാണ് തിരികെ ഇന്ത്യവരത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ അത്രയും ദിവസം എന്ത് ചെയ്യുമായിരുന്നു ഗൗതം അവിടെ. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കണ്ടു അങ്ങനെ ഗൗതം വലിയൊരു ദൗത്യമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ എത്തിയതിനു ശേഷം ഒന്ന് ഫ്രഷപ്പ് ആവാനായിട്ട് ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് നന്ദി ആ രഹസ്യം കണ്ടുപിടിക്കുന്നത്. ഗൗതം കൊണ്ടുപോയി ഷർട്ടില് സിന്ദൂരം ഇരിക്കുന്നത്. പെട്ടെന്ന് ഗൗതത്തിനെ വിളിച്ച് ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുവാണ്. പക്ഷേങ്കില് ഗൗതം എന്ത് ചെയ്യുക, തുറന്നു പറയാൻ അങ്ങോട്ട് വിസമ്മതിച്ചു. നന്ദ പറഞ്ഞു, എനിക്കറിയാം എന്തോ ഒരു രഹസ്യം എന്നിൽ നിന്ന് ഗൗതം സാർ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. സത്യം പറ, ഈ 3-4 ദിവസം കാടൻകൊല്ലിയിൽ പോയിട്ട് ഗൗതം സാർ എന്തെടുക്കുമായിരുന്നു? എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ നന്ദ, ഒഫീഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്കത് മറച്ചു വെച്ചേ പറ്റുള്ളൂ. അതെനിക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. ഓ, അപ്പൊ ഞാൻ ഭാര്യയല്ലേ, എന്നോട് പറയാൻ പറ്റാത്ത എന്ത് രഹസ്യമുള്ളത്? ഭാര്യയാണെങ്കിലും ഞാനൊരു പോലീസ് ഓഫീസറാ, എനിക്ക് എന്റേതായ ചില രഹസ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷെ നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. നന്ദയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം ഗൗതത്തിന് മനസ്സിലായി, ഇനിയിപ്പൊ ഈ സിന്ദൂരത്തിന്റെ പേരിൽ ഇവളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാവോ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ടായിരുന്നു. പിന്നീട് നന്ദ പറഞ്ഞു, ഗൗതം സാറിന് പറയാൻ മടിയാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് നന്ദ ആ ഷർട്ട് എടുത്ത് അങ്ങോട്ട് വെക്കുവാണ്. ഗൗതം ഒന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോവാ. ബാത്റൂമിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് നിന്നിട്ട് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഗൗതത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഗൗതം പിന്നീട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. അവളോട് നന്ദയോട് പറയണോ വേണ്ടയോ? അവിടെ വെച്ച സംഭവങ്ങള് ഒരു പക്ഷേങ്കില് അവളുടെ മനസ്സിൽ കരടായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവൾ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ആ ഷർട്ടിലെ സിന്ദൂരം. പക്ഷേ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല നന്ദ. എന്നാലും ഗൗതത്തിന് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഗൗതം കുളിയെ കഴിഞ്ഞ് ഇറങ്ങി വരുവാണ്. ഈ സമയം നന്ദയുടെ മുഖം വല്ലാതിരിക്കുന്നുണ്ടായിരുന്നു. ആ മുഖം കണ്ടു കഴിഞ്ഞപ്പോ ഗൗതത്തിന് സങ്കടം വന്നു. ഇവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലും വേണ്ട, ഇപ്പോഴൊന്നും പറയണ്ടെന്ന് തന്നെ ഗൗതം മനസ്സ് വിചാരിക്കുകയാണ്. പിന്നീട് നന്ദ പറഞ്ഞു, ബാ ഫുഡ് എടുത്ത് തരാന്ന് പറഞ്ഞ് നന്ദ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോവാ. താഴേക്ക് ഇറങ്ങി ചെന്നപ്പോ ലക്ഷ്മിയമ്മയ്ക്ക് നന്ദയുടെ മുഖം കണ്ടപ്പോ തോന്നി എന്തോ ഒരു മുഖത്തൊരു സങ്കടമുള്ള പോലെ. എന്താ നന്ദ മോളെ, എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ഒന്നുമില്ല, ഗൗതം മോനുമായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് നിൽക്കും. ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. അതെ സാരമില്ല, പോട്ടെ, അവനും ഒരു കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് തിരിച്ചു വന്നല്ലോ. ഈ സമയത്ത് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടേന്ന് ചോദിക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഗൗതം വന്ന ഗൗതത്തിന് ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്താടാ മോനെ, നീ അവളുമായിട്ട് വന്നിട്ട് വഴക്കുണ്ടാക്കിയോ? ഇനിയിപ്പോ ആ കമ്മീഷണറെ വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീ അവളെ വീണ്ടും വഴക്ക് പറഞ്ഞെന്ന് ചോദിക്കും. ഞാനൊന്നും പറഞ്ഞില്ല അമ്മയെന്ന് പറയണം. എനിക്കറിയാം എന്തോ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടായിട്ടുണ്ടെന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ഗൗതം അങ്ങോട്ട് മുറിയിലേക്ക് കയറി പോവാ. ഈ സമയം അർജുൻ മുറിയിലേക്ക് അങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നുണ്ട്. ഈ സമയം അർജുന് മനസ്സിലായി ഗൗതം തിരിച്ചു വന്നതിന് സന്തോഷമുണ്ട് പിങ്കിയുടെ മനസ്സ്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു പക്ഷെ ഇവളുടെ മനസ്സിലുള്ള വേറൊന്നായിരിക്കും. നന്ദയടത്തി ഓടിപ്പോയി ഗൗതമേട്ടനെ കെട്ടിപ്പിടിച്ച അത് ഇവൾക്ക് എത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഈ ഇരിപ്പിരിക്കുന്നത്. ഒരു ഷോക്ക് കിട്ടിയതുപോലെയുണ്ട്. പിന്നെ അർജുൻ ചെന്നിട്ട് ചോദിച്ചു, എന്താ പിങ്കി, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണേന്ന് ചോദിക്കേ. ഒന്നുമില്ലാന്ന് പറയും. അല്ല എന്ത് പറ്റി നിനക്ക്, മുഖമൊക്കെ എന്താ വല്ല സങ്കടപ്പെട്ടിരിക്കുന്നത്? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ഇനിയിപ്പൊ എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണ്, പറയണ്ട. ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്റെ മനസ്സിലൊന്നുമില്ല. അർജുനോട് പറയാതിരിക്കാൻ പാകത്തിന് കാരണങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതെ പറയണം. ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ അങ്ങോട്ട് ഇറങ്ങി പോവാ. പിന്നീട് നേരെ ഗൗതത്തിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ഗൗതത്തിന്റെ അരിയിൽ ചെന്നിട്ട് അർജുൻ ചോദിക്കുന്നുണ്ട്, കാടൻകൊല്ലിയെ വെച്ചുകൊണ്ട് തീവ്രവാദി ഓപ്പറേഷനെ കുറിച്ചും അതിനെക്കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗൗതം പറഞ്ഞു, അതൊക്കെ നല്ല വിജയകരമായിട്ട് തന്നെ അവസാനിച്ചെന്നൊക്കെ പറയാണ്. പക്ഷെ ഗൗതം ഒന്നും തുറന്നു പറഞ്ഞില്ല. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്നും പറഞ്ഞില്ല. കാരണം അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാ. കുറെ ഒഫീഷ്യലായിട്ട് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചേ മതിയാവുള്ളൂ. പിന്നെ രാത്രി കിടക്കാൻ കിടന്നു കഴിയുമ്പോഴും ഗൗതത്തിന്റെ മനസ്സിലേക്ക് ആ ഒരു കാര്യങ്ങൾ കടന്നു വരുന്നേ, കാടൻകൊല്ലിയെ വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ. നന്ദ അടുത്ത് കിടക്കുന്നുണ്ടെ പോലും ഗൗതത്തിന് എന്തോ മനസ്സിന് വല്ലാത്തൊരു വെപ്രാളവും വിഷമമൊക്കെ ആയിരുന്നു. നന്ദയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. ഗൗതം സാറിന്റെ മനസ്സിൽ എന്തോ ഒരു വലിയ പ്രശ്നം അലട്ടുന്നുണ്ട്. പക്ഷെ എന്താന്ന് പോലും തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെ ഗൗതം കണ്ണടച്ചു കിടന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. താൻ കാടൻകൊല്ലിയിൽ കൂടെ പോയപ്പോഴാ കണ്ട കാഴ്ചകളൊക്കെ. അങ്ങനെ ഗൗതത്തിന്റെ മനസ്സിലേക്കൂടെ കടന്നു വരുന്ന ആ ഒരു കുറച്ച് നിമിഷങ്ങളൊക്കെ തന്നെയായിരുന്നു. ക്യാപ്റ്റൻ അഖില രക്ഷപ്പെട്ട അറിഞ്ഞിട്ട് ഗൗതം അവളെ അന്വേഷിച്ച് കാട്ടിക്കൂടെ പോവാ. അധിക ദൂരം പോകാനായിട്ട് വഴിയില്ല. കാരണം കുറച്ച് സമയമായി കാണുള്ളൂ. എങ്ങനെ അവളെ കണ്ടുപിടിക്കണം എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഗൗതം അങ്ങനെ യാത്ര തിരിക്കുന്നത്. അങ്ങനെ പോയി കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ്
അഖിലേനെ കാണുന്നത്. അഖില ഇങ്ങനെ വയറൊക്കെ താങ്ങി പിടിച്ചിങ്ങനെ വരുന്ന കാഴ്ച കണ്ടു. പക്ഷെങ്കിൽ അഖിലേനെ കണ്ടതും ഗൗതത്തിന് അമ്പരപ്പം ഉണ്ടായത്. കാരണം ഗൗതത്തെ സംബന്ധിച്ച് അത് ക്യാപ്റ്റൻ അഖില ആയിരുന്നില്ല, അഭിരാമിയായിരുന്നു. ഗൗതത്തിന്റെ ഒപ്പം കോളേജിൽ പഠിച്ച പെൺകുട്ടി, നല്ല സ്മാർട്ടായ പെൺകുട്ടി. അപ്പൊ അഭിരാമിയെ കണ്ടത് പെട്ടെന്ന് ഗൗതം ഓടിച്ചെന്ന് ചോദിച്ചു, നീ എന്താ ഇവിടെ? അത് ഈ കാട്ടിൽ ഇതെന്താന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ഞാന്, ഇതെന്ത് പറ്റി നിനക്ക്? നീ പ്രഗ്നന്റ് ആണോ? നീ തന്നെ ഉള്ളോന്നൊക്കെ ചോദിക്കുക. പെട്ടെന്ന് അഭിരാമി പറഞ്ഞു, അതെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയെന്ന് പറയാം. ഈ സമയത്ത് അല്ല ഗൗതം എന്താ ഇവിടെയെന്ന് ചോദിക്കുക. ഗൗതം പറഞ്ഞു, ഞാനൊരു ഓപ്പറേഷനുമായിട്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയാണ്. കുറെ തീവ്രവാദികൾ ഇവിടെ കടന്നു കൂട്ടണമെന്ന് അറിയാൻ പറ്റി, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. ഇത് കേട്ടത് അഖിലയുടെ ഒരു ഞെട്ടലുണ്ടായി. പിന്നീട് അഖിലയോട് ചോദിച്ചു, എന്ത് പറ്റി? നിനക്ക് എന്തോ ഒരു വല്ലാത്തൊരു വിഷമം പോലെ ഉണ്ടല്ലോ, നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കണേ? ഒരു കാര്യം ചെയ്യാം, ബാ നിനക്ക് എവിടെ എത്തണ്ടേ, ഞാൻ നിന്നെ അവിടെ കൊണ്ടേ ആക്കാന്ന് പറയാം. ഇത് കേട്ടതും അഖില പറഞ്ഞു, വേണ്ട അതെ ഗൗതം പൊക്കോ, ഞാൻ തന്നെ പൊക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. അല്ല നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വെള്ളം വല്ലതും വേണോന്ന് ചോദിക്കാം. എനിക്കൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. പിന്നീട് ഗൗതം കുറെ കാര്യങ്ങളൊക്കെ അഭിരാമിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് വലിയ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, കൂട്ടുകാരായിരുന്നു, അവര് 4 പേരായിരുന്നു വലിയ കൂട്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഗൗതം പറഞ്ഞു, എന്നാ ശരി, എന്നാ ഞാൻ ഇങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് തിരിഞ്ഞു കഴിയുമ്പത്തേനും പെട്ടെന്ന് അഖില എന്ത് ചെയ്യണം, ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുവാണ് ഗൗതത്തിന്റെ. ഗൗതം അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു. പിന്നീട് അഖില പറഞ്ഞു, അതെ ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആ ക്യാപ്റ്റൻ അഖില എന്ന് പറയണം. അപ്പൊ ഗൗതത്തിന് അറിയാവുന്ന അത് അഭിരാമിയാന്ന് മാത്രമാ, ഇവളാണോ എന്ന് ഓർത്തപ്പോ ഒരു നിമിഷം ഗൗതം ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ തന്റെ അരിയിലിരിക്കുന്ന തോക്കെടുത്ത് അവളുടെ നെറ്റിയിലേക്ക് അങ്ങോട്ട് വെക്കുവാണ്. പക്ഷെങ്കില് ഗൗതത്തിന് അവളുടെ നേർക്ക് നിറയൊഴിക്കാണ്ട് പറ്റിയില്ല, തന്റെ ഉറ്റ ചങ്ങാതിയല്ലേ, അവളെ ഇല്ലാതാക്കാനായിട്ട് ഗൗതത്തിന് സാധിക്കുമോ? ഈ സമയം ഗൗതത്തിന് വല്ലാത്തൊരു വീർപ്പൂട്ടലൊക്കെ ഉണ്ടായി. പിന്നീട് അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ്. ഈ സമയം അവൾക്ക് വല്ലാത്ത വേദനയും വിഷമമായി, പ്രസവ വേദന തുടങ്ങി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവസ്ഥയായി പോയി ഗൗതത്തിന്. അങ്ങനെ ഗൗതത്തിന് മേലേക്ക് അവളെ നെഞ്ചിലേക്ക് ചാരുവാണ്. ആ സമയത്താണ് ആ സിന്ദൂരം വന്ന് ഗൗതത്തിന്റെ നെഞ്ചിലേക്ക് പതിയുന്നത്. പക്ഷെ ഇതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ ഗൗതത്തിന് പിന്നീട് ഉറങ്ങാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു അവളാണ് ഒരിക്കലും ഈ തീവ്രവാദ സംഘത്തിൽ പെട്ടുപോയെന്നൊരു ചിന്ത പോലും ഗൗതത്തിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ, അതൊക്കെ ഓർത്തിട്ട് ഗൗതം പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ്. ഈ സമയം നന്ദി ഉറങ്ങിയിരുന്നില്ല. എന്താ ഗൗതം സാർ എന്താന്ന് ചോദിക്കണേ? ഒന്നുമില്ല, എന്താ ഉറക്കം വരുന്നില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ഗൗതം അവിടെ എഴുന്നേറ്റിട്ട് കുറെ സമയം അയാളോടെ നടക്കുവാണ്. നന്ദിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, അതിനകത്ത് അകപ്പെട്ടിരിക്കുക. അതാണ് ഗൗതം സാറിന്റെ ഇപ്പോഴത്തെ ഈ മാറ്റത്തിന് കാരണം. എന്താന്ന് അറിഞ്ഞാൽ മതിയാകുള്ളൂ. താനും ഒരു പോലീസുകാരന്റെ മോളാണല്ലോ, എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് അറിഞ്ഞല്ലേ പറ്റുള്ളൂ. അങ്ങനെ നന്ദയുടെ ഉറക്കം നഷ്ടപ്പെടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ നാളെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. ഇനിയിപ്പോ ക്യാപ്റ്റൻ അഖില മരിച്ചോ? മരിക്കാൻ വഴിയില്ല. ഇനിയിപ്പോ അവളെ എവിടെയെങ്കിലും കൊണ്ട് ആക്കിയിട്ടാണോ ഗൗതം തിരികെ കാടൻകൊല്ലിയിൽ ഇങ്ങോട്ട് വന്നേന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് 3-4 ദിവസം ലേറ്റ് ആയെന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പം അഭിരാമിയുടെ പറയായിരുന്നെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.